2500 ഡോള സിൽക്കാണ്. അതിൽ നമുക്ക് പിന്നെയും റീസ്റ്റോക്ക് ചെയ്ത് 3 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. കുട്ടി കുട്ടി ചെക്ക് വേണം. അതുമാത്രമല്ല ഉടുക്കുമ്പോഴത്തേക്കും നല്ല ഗ്രാൻഡായിട്ട് വെഡ്ഡിങ്ങിനും റിസപ്ഷനും ഉടുക്കേണ്ട സാരീസ് വേണം. കണ്ടാൽ കാഞ്ചീപുരം ആയിരിക്കണം, പക്ഷേ കാഞ്ചീപുരമാവരുത്. നമ്മൾ പെണ്ണുങ്ങൾ വളരെ സിമ്പിളാണെന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഇതുപോലെ ഇരിക്കണം, പക്ഷേ ഇതാവാൻ പാടില്ല. ചെക്ക് ഇഷ്ടമാണ്, പക്ഷേ ചെറിയ ചെക്ക് മതി. പിന്നെ ബോർഡർ ഗോൾഡും വേണം, സിൽവറും വേണം, ഒറ്റ പാടില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾ മനസ്സിലാക്കൂ. ഈ പ്രാവശ്യം 2500 ഡോള സിൽക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 3 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ബേൺഡ് ഓറഞ്ച്, ഇത് ബേൺഡ് ഓറഞ്ച് എന്ന് പറയുന്നത് റസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് ആ വീവിങ് ഒന്ന് കാണണം. ഞാൻ കാഞ്ചീപുരത്തിലൊക്കെ നമുക്ക് സിൽവർ വീവിങ്ങും ഗോൾഡൻ വീവിങ്ങും കൂടി വരുന്ന പാറ്റേൺ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഡോള സിൽക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പേർപ്പിൾ. കണ്ടോ, നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഷെയ്ഡ്സും ഈക്വലി ഭയങ്കര ഭംഗിയാണ്. ഇപ്പം നാത്തൂനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ സിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് ഒരു വെഡ്ഡിങ്ങിന് എന്തെങ്കിലും പോകണം, നിങ്ങൾക്ക് കളേഴ്സ് മാറണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാരി. 3ാമത്തെ ഷെയ്ഡ് നമ്മുടെ സ്വന്തം ബ്ലാക്ക്, അതിനകത്ത് ഗോൾഡ് ആൻഡ് സിൽവർ. 2500 രൂപ. എന്താ പറയുക, അഫോർഡബിൾ ആണ്. ഇനി ഫാബ്രിക് ഞാൻ കാണിച്ചു. ഡോള സിൽക്ക് എനിക്കറിയാം, എൻ്റെ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഞാൻ കാണിക്കട്ടെ. എൻ്റെ പേഴ്സണൽ അഹങ്കാരമാണ്. സാരി വരുന്ന ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, നമുക്ക് സീത്രൂ ആയിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, സാരി ഒട്ടുമേ സീത്രൂ അല്ല. നല്ല സുഖമായിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫാബ്രിക്. ഇപ്പോൾ അമ്മമാർക്കൊക്കെ ആകുമ്പോഴത്തേക്കും വയറ് കാണുന്നവർക്ക് അവർ പറയുമോ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ, സീത്രൂ അല്ല, മാത്രമല്ല നമുക്ക് സെമി സിൽക്ക്, നമ്മുടെ സോഫ്റ്റ് സിൽക്കൊക്കെ ഇല്ലേ, അത് ഉടുക്കുന്ന എന്താ പറയുക, അതേ ഒരു പോളിഷ് ലുക്ക് കിട്ടും. സോഫ്റ്റായിട്ട് കിടക്കും. നല്ല രസമായിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാഞ്ചീപുരം സാരി ഉടുത്ത അതേ ലുക്കാണ്. ബ്ലാക്ക് സാരി ഇങ്ങനെയാണ് വരാം. ഇനി അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ചെറിയ പോൾക്ക ഡോട്ട്സ് പോലെ വരുന്ന ചെറിയ വീവിങ് ആണ് വരുന്നത്. സാരി ഫുൾ ഇതേപോലത്തെ മൈക്രോ ചെക്ക്, ബ്ലൗസ് സിമ്പിൾ. ഇത് ഫസ്റ്റ് ഷെയ്ഡ്. ഇതെല്ലാം വെബ്സൈറ്റിലുണ്ട്. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇതിൻ്റെ പേർപ്പിൾ ഷെയ്ഡ്, മുകളിൽ ചെറിയൊരു ബോർഡർ ആയിരിക്കും വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കോ, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബോർഡർ, വലിയ ബോർഡറും കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഇപ്പം എൻ്റെ അമ്മായിമ്മയാണെങ്കിലും സാരി എടുക്കുമ്പോൾ പറയും വലിയ ബോർഡർ വേണ്ട മോളെ, പിന്നെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ് തോന്നിക്കും എന്നൊക്കെ പറയും. ഇത് നോക്കിക്കോ, ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു വീതിക്കേ ബോർഡർ വരുന്നുള്ളൂ. താഴത്തെ ബോർഡറിൽ നല്ല ഭംഗിക്ക് കുറച്ച് വീതിയുണ്ട്. സിംഗിൾ പ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേ വരത്തുള്ളൂ. ഇത് ഇങ്ങനെ വരത്തുള്ളൂ സാരി. ഫുൾ മൈക്രോ ചെക്ക്. ഇനി പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിക്ക് പ്ലീറ്റ്സ് എടുത്ത് വരും. കണ്ടോ, നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല ഫാബ്രിക്. എനിക്ക് ഡോള സിൽക്കിനൊക്കെ എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോഴേ ഞാൻ എന്താ തള്ളി മറിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ പറയില്ലേ ഈ കൊച്ചെന്തിനാ ഈ തള്ളുന്നേ എന്ന് വിചാരിക്കും. ചില സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്തുമ്പം ആ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ പറയും, ഉറപ്പായിട്ട് പറയും. ഇതേ കണ്ടോ, ഇപ്പം 35 വയസ്സായപ്പോഴേ കൊച്ചാണോ ആൻറ്റി ആണോ എന്താ പറയുക ചേച്ചിയാണോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഒരു 20 വയസ്സൊക്കെ എത്തിയപ്പോൾ നമ്മൾ ചേച്ചിയാണോ, നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ആൻറ്റി ആണല്ലേ. ലാസ്റ്റ് സത്യം പറഞ്ഞ ഒരു 20-21 വയസ്സിലെ ബർത്ത്ഡേ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തോ സ്പീഡിൽ അങ്ങ് പോയി, അത്ര തന്നെ. ഇപ്പം 2 കൊച്ചുങ്ങളായി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഒന്നല്ല, പെണ്ണുങ്ങളെ നോക്കി മാത്രം ആൻറ്റി അല്ല. അതറിഞ്ഞൂടെ, നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രസവത്തിന് മുൻപ് നമുക്കൊരു സൗന്ദര്യമുണ്ട്, പക്ഷെ പ്രസവിച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു ഗ്ലോ. അതല്ല പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രകാശവും നമുക്ക് വല്ലാത്തൊരു സൗന്ദര്യം എന്നാണ് നമ്മുടെ അമ്മമാർ പറയുന്നത്. എല്ലാവർക്കും ഒരു പെൺകൊച്ചുണ്ടാവും, അതുകൊണ്ട് അവരാരും തിരിച്ച് മറിച്ച് പറയൂല എന്നെ. ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് വരുന്നെങ്കിൽ അതൊക്കെ ആണുങ്ങളായിരിക്കും, ഭൂർഷകൾ അല്ല. പിന്നെ കണ്ടോ, അതാണ് അങ്ങനെ അടിച്ചമർത്താം നമ്മൾ. അടുത്തത് നമുക്ക് വരുന്ന റസ്റ്റ് ഓറഞ്ചാണ് വരാം. നല്ല ഫാബ്രിക്. കണ്ടോ, നമുക്ക് നോർമലി നമുക്ക് എടുത്ത് വെച്ച് കാണിക്കും വിചാരിക്കും ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് വളരെ സോഫ്റ്റാണ്, ഉടുക്കാൻ കംഫർട്ടബിളായിട്ട് ഉടുക്കാം. പ്ലീറ്റ്സും കാര്യങ്ങളും ഞാൻ പിന്നെ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് മെറൂണൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും പ്ലീറ്റ്സ് എടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ചില സാധനങ്ങൾ പിന്നെയും കാണുന്നത് ഇഷ്ടമാണ്, അത് വേറെ കഥ. കണ്ടോ, പ്ലീറ്റ്സിൻ്റെ ഭംഗി നിങ്ങൾ എത്ര തിരക്ക് ഇനി കിച്ചണിൽ എന്തെങ്കിലും കരിയുന്ന മണം അടിച്ചാൽ പോലും നിങ്ങളത് കണ്ടോണം പോകുന്നേ. കണ്ടോ, പ്ലീറ്റ്സിൻ്റെ ഭംഗിയുണ്ടോ, ഇത്രയും സുഖമായിട്ട് പ്ലീറ്റ്സ് കിടക്കും. എങ്ങനെ മേടിക്കണം? ashmafashion.com. ബൈ.